ന്യൂസ് 18 എക്സ്പ്രസ് ആരംഭിക്കുന്നു. LDF-ലേക്ക് എത്താൻ സഹായിക്കണമെന്ന് UDF നേതാവ് ജോണി നെല്ലൂരിന്റെ അഭ്യർത്ഥന. പറയാനൊരു കോർപ്പറേഷൻ ചെയർമാൻ സ്ഥാനവും സ്റ്റേറ്റ് കാർ മാത്രമാണ് മിനിമം ഡിമാൻഡെന്നും കേരള കോൺഗ്രസ് എം നേതാവ് AH ഹാഫിസിനോട് പറയുന്ന ശബ്ദ സംഭാഷണം പുറത്ത്. അതേസമയം ശബ്ദരേഖ നിഷേധിച്ച് ജോണി നെല്ലൂർ രംഗത്ത് വന്നു. ഹഫീസുമായി സംസാരിച്ചിട്ടില്ല എന്നാണ് ജോണി നെല്ലൂരിന്റെ നിലപാട്. തനിക്കെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ ഉള്ള ഹഫീസിന്റെ വെല്ലുവിളി ജോണി നെല്ലൂർ ഏറ്റെടുത്തില്ല. പലതവണ നടത്തിയ സംഭാഷണങ്ങളുടെ തുടർച്ചയാണ് താൻ പുറത്തുവിട്ടതെന്ന് ഹഫീസ്. മാധ്യമങ്ങളിലൂടെ പുറത്തുവന്ന വാർത്തയുമായി പാർട്ടിക്ക് യാതൊരു ബന്ധവുമില്ലെന്ന് കേരള കോൺഗ്രസ് എം സംസ്ഥാന ജനറൽ സെക്രട്ടറി സ്റ്റീഫൻ ജോർജ്. പാർട്ടിയുടെ ഔദ്യോഗിക കാര്യങ്ങൾ അറിയിക്കാനോ പാനൽ ചർച്ചകളിൽ പങ്കെടുക്കാനോ AH ഹഫീസിനെ പാർട്ടി ചുമതലപ്പെടുത്തിയിട്ടില്ലെന്നും സ്റ്റീഫൻ ജോർജ് അറിയിച്ചു. VD സതീശനെ ലീഡറായി വിശേഷിപ്പിച്ച് അണികൾ. തിരുവനന്തപുരം നഗരത്തിൽ സതീശന്റെ കൂറ്റൻ ഫ്ലക്സ് ബോർഡുകൾ സ്ഥാപിച്ചു. സതീശനെ ലീഡറായി അണികൾ വിശേഷിപ്പിച്ചത് തൃക്കാക്കര വിജയത്തിന് ശേഷം. ലീഡറെന്ന് സതീശനെ വിശേഷിപ്പിച്ചതിൽ മുതിർന്ന നേതാക്കൾ ഉൾപ്പെടെയുള്ളവർക്ക് അതൃപ്തി. ഇതിന് തൊട്ടുപിന്നാലെ തിരുവനന്തപുരത്ത് എത്തിയ സതീശൻ താൻ ലീഡറും ക്യാപ്റ്റനുമല്ലെന്ന് പ്രതികരിച്ചു. ഒരേ ഒരു ലീഡർ K കരുണാകരനാണെന്നും അദ്ദേഹത്തിന് പകരം വെക്കാനുള്ള ആളല്ല താനെന്നും സതീശൻ പറഞ്ഞു. ലീഡർ എന്ന് വിശേഷിപ്പിച്ചുള്ള ഫ്ലക്സ് ബോർഡുകൾ നീക്കം ചെയ്യണമെന്നും സതീശൻ. ഫ്ലക്സുകൾ വെക്കുന്നെങ്കിൽ എല്ലാ നേതാക്കളുടെയും ചിത്രങ്ങൾ ഉൾപ്പെടുത്തണം. തൃക്കാക്കര വിജയത്തിന്റെ ആവേശം ചോരാതെ മുന്നോട്ടു പോകണമെന്നും പ്രതിപക്ഷ നേതാവ് അണികളെ ആഹ്വാനം ചെയ്തു. തിരുവനന്തപുരത്തെത്തിയ സതീശന് വൻ സ്വീകരണമാണ് പ്രവർത്തകർ നൽകിയത്. മുഖ്യമന്ത്രിയുടെ വസതിയിലേക്ക് SDPI നടത്തിയ മാർച്ചിൽ സംഘർഷം. പ്രകടനം പോലീസ് തടഞ്ഞതിനെ തുടർന്നാണ് സംഘർഷമുണ്ടായത്. പോലീസ് വേട്ടയാടുന്നുവെന്ന് ആരോപിച്ചാണ് PFI പ്രതിഷേധം. പ്രതിഷേധക്കാർക്ക് നേരെ പോലീസ് ലാത്തിചാർജ് നടത്തി. ജലപീരങ്കിയും കണ്ണീർവാതകവും പ്രയോഗിച്ചു. വിദ്വേഷ പ്രസംഗ കേസിൽ PC ജോർജിനെ പോലീസ് ചോദ്യം ചെയ്തു. തിരുവനന്തപുരം ഫോർട്ട് ACP ഷാജിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് 1.5 മണിക്കൂറോളം ചോദ്യം ചെയ്തത്. ശബ്ദ സാമ്പിൾ പരിശോധന ഇന്ന് നടത്തിയില്ല. മറ്റൊരു ദിവസം ഇതിനായി വീണ്ടും ഹാജരാകാൻ പോലീസ് നിർദ്ദേശിച്ചു. ചോദ്യം ചെയ്യലിൽ പ്രസംഗത്തിന്റെ വിദ്വേഷ പരാമർശം നിഷേധിച്ച് PC ജോർജ്. മതസ്പർദ്ധയുണ്ടാക്കാൻ ശ്രമിക്കുകയില്ലെന്നും PC. പിണറായിയുടെയും VD സതീശന്റെയും ഗൂഢാലോചനയുടെ ഫലമാണ് കേസെന്നും ജോർജ്. ശമ്പള വിതരണം പ്രതിസന്ധിയിലായതോടെ അനിശ്ചിതകാല സമരവുമായി KSRTC തൊഴിലാളി സംഘടനകൾ. ചീഫ് ഓഫീസിന് മുന്നിലാണ് CITU-വിന്റെയും INTUC-യുടെയും സമരം. ഡിപ്പോകൾ കേന്ദ്രീകരിച്ചാണ് BMS-ന്റെ പ്രതിഷേധം. KSRTC-യെ സ്വാഭാവിക മരണത്തിന് വിട്ടുനൽകുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. തൊഴിലാളി വിരുദ്ധ സർക്കാരാണ് ഭരിക്കുന്നതെന്നും INTUC സമരം ഉദ്ഘാടനം ചെയ്ത് പ്രതിപക്ഷ നേതാവ്. സ്ഥാപനത്തെയും തൊഴിലാളികളെയും വഴിയിൽ കാണുന്ന ചെണ്ട പോലെ കുട്ടുകയാണെന്നും മാനേജ്മെന്റിന്റെ കുറ്റം തൊഴിലാളികളുടെ മേൽ കെട്ടിവെക്കുന്നതായും CITU സംസ്ഥാന പ്രസിഡന്റ് ആനത്തലവട്ടം ആനന്ദൻ. 2030-ൽ KSRTC ഉണ്ടാകില്ലെന്ന MD-യുടെ പ്രസ്താവനയെയും ആനത്തലവട്ടം വിമർശിച്ചു. KSRTC മുൻ എംപാനൽ ജീവനക്കാരൻ ആത്മഹത്യ ചെയ്തു. കോട്ടയം ബ്രഹ്മമംഗലം സ്വദേശി MK ഷിബുവിനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. പാലാ ഡിപ്പോയിലെ എംപാനൽ കണ്ടക്ടറായിരുന്നു ഷിബു. ജോലി നഷ്ടമായതിനെ തുടർന്ന് ഏറെ നാളായി മനോവിഷമത്തിലായിരുന്നു എന്ന് കുടുംബാംഗങ്ങൾ. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട കള്ളപ്പണ കേസിൽ സ്വപ്ന സുരേഷിന്റെ രഹസ്യമൊഴി നാളെയും രേഖപ്പെടുത്തും. സാമ്പത്തിക കുറ്റകൃത്യങ്ങളുമായി ബന്ധപ്പെട്ട എറണാകുളത്തെ പ്രത്യേക കോടതിയാണ് സ്വപ്നയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നത്. ജീവന് ഭീഷണിയുണ്ടെന്ന് മജിസ്ട്രേറ്റിനെ അറിയിച്ചതായി സ്വപ്ന പറഞ്ഞു. പരിസ്ഥിതി ലോല മേഖലയുമായി ബന്ധപ്പെട്ട സുപ്രീം കോടതി വിധി കേരളത്തിന് ഒട്ടും ചേരാത്തതെന്ന് മന്ത്രി AK ശശീന്ദ്രൻ. സർക്കാർ ജനങ്ങളോടൊപ്പമെന്നും ആശങ്കയ്ക്ക് അടിസ്ഥാനമുണ്ടെന്നും മന്ത്രി. വിധിയിൽ നിയമപരമായും രാഷ്ട്രീയമായും എങ്ങനെ ഇടപെടാൻ കഴിയുമെന്ന് ആലോചിക്കുമെന്നും മന്ത്രി. സംരക്ഷിത വനമേഖലയോട് ചേർന്നുള്ള 1 കിലോമീറ്റർ ദൂരം കരുതൽ മേഖലയായി മാറ്റാനുള്ള സുപ്രീം കോടതി തീരുമാനം പുനഃപരിശോധിക്കണമെന്ന് കേന്ദ്രത്തോട് ആവശ്യപ്പെടുമെന്ന് മന്ത്രി റോഷി അഗസ്റ്റിൻ. ഇതിന് ആവശ്യമായ ഇടപെടൽ നടത്തുമെന്നും മന്ത്രി. സുപ്രീം കോടതിയുടെ പുതിയ ഉത്തരവ് ഓരോ സംസ്ഥാനങ്ങളിലും വ്യത്യസ്ത തരത്തിലാണ് ബാധിക്കുന്നത്. സാഹചര്യം സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്തുമെന്നും റോഷി പറഞ്ഞു.
വന്യജീവി സങ്കേതങ്ങളുടെ 1 കിലോമീറ്റർ ചുറ്റളവിൽ പരിസ്ഥിതി സചേതന മേഖല വരുന്നതോടെ സംസ്ഥാന നിയന്ത്രണം വരുന്നത് 4 ലക്ഷം ഏക്കറോളം ഭൂമിയിൽ. വൻകിട നിർമ്മാണ പ്രവർത്തനങ്ങൾക്കും പാറഖനനത്തിനും നിയന്ത്രണം. ഭവന നിർമ്മാണങ്ങൾക്ക് തടസ്സമുണ്ടാകില്ല. സംസ്ഥാനത്ത് സചേതന മേഖലയിൽ വരിക 1 ലക്ഷത്തിൽ പരം കുടുംബങ്ങൾ. ആശങ്കയിൽ കർഷക സംഘടനകളും മേഖലയിലെ ജനങ്ങളും. സുൽത്താൻ ബത്തേരി, മാനന്തവാടി, കുമളി, മൂന്നാർ, കട്ടപ്പന, കുട്ടമ്പുഴ പട്ടണങ്ങളും പരിസ്ഥിതി സചേതന മേഖലയ്ക്ക് ചേർന്നു വരും. സംരക്ഷിത വനമേഖലയ്ക്ക് ചുറ്റും 1 കിലോമീറ്റർ പരിസ്ഥിതി ലോല മേഖലയായി നിലനിർത്തണമെന്ന് സുപ്രീം കോടതി ഉത്തരവിനെതിരെ നാളെ ഹർത്താൽ. അരിവാലപ്പുറം, ചിറ്റാർ, സീതത്തോട്, പെരുന്നാട്, തണ്ണീർത്തോട്, വടശ്ശേരിക്കര പഞ്ചായത്തുകളിലും വെച്ചൂച്ചിറ പഞ്ചായത്തിലെ കൊല്ലമുള്ള വില്ലേജിലുമാണ് ഹർത്താൽ. ഇടുക്കിയിലെ CHR മേഖലകളിൽ നിന്നും വൻമരങ്ങൾ മുറിച്ചു കടത്തുന്നതായി പരാതി. അനധികൃത പ്രവർത്തനങ്ങൾക്ക് വനംവകുപ്പ് കൂട്ടുനിൽക്കുകയാണെന്നാണ് ആരോപണം. ചതുരംഗപ്പാറ അടക്കമുള്ള പ്രദേശങ്ങളിൽ ഇത്തരം പ്രവർത്തനങ്ങൾ സജീവം. കൂട്ടുനിൽക്കുന്ന വനംവകുപ്പ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്നും പരിസ്ഥിതി പ്രവർത്തകർ. വയനാട്ടിലെ ഇരുളം മരിയനാട്ടെ ആദിവാസി ഭൂസമരത്തിനെതിരെ എസ്റ്റേറ്റിലെ തോട്ടം തൊഴിലാളികൾ രംഗത്ത്. ആനുകൂല്യങ്ങൾ നൽകാതെ തോട്ടം പൂട്ടിയതാണ് തൊഴിലാളികളുടെ എതിർപ്പിന് കാരണം. നഷ്ടപരിഹാരം ലഭിക്കാതെ കുടിൽകെട്ടി സമരം അനുവദിക്കില്ലെന്ന നിലപാടിലാണ് തൊഴിലാളികളും കുടുംബങ്ങളും. ഭൂമി പതിച്ചു കിട്ടും വരെ മരിയനാട്ടെ സമരം തുടരുമെന്ന് ഗോത്രമഹാസഭ. കേരള വന വികസന കോർപ്പറേഷൻ ഉടമസ്ഥതയിൽ 235 ഏക്കർ ഭൂമിയിലാണ് ഗീതാന്റെ നേതൃത്വത്തിൽ ആദിവാസി ഗോത്രമഹാസഭയുടെ സമരം. ഭൂസമരക്കാരും തൊഴിലാളികളും തമ്മിൽ സംഘർഷമുണ്ടാകുമോ എന്ന ആശങ്കയിൽ പോലീസ്. സ്കൂളുകളിലെ ഉച്ചഭക്ഷണത്തിന്റെ ഗുണമേന്മ ഉറപ്പാക്കാൻ ഇടപെടലുമായി സർക്കാർ. ആരോഗ്യ വിദ്യാഭ്യാസ ഭക്ഷ്യവകുപ്പുകൾ ഏകോപിപ്പിച്ചുള്ള പരിശോധനയ്ക്ക് തുടക്കമായി. നടപടി സംസ്ഥാനത്തെ വിവിധ സ്കൂളുകളിൽ ഭക്ഷ്യവിഷബാധ ഉണ്ടായ പശ്ചാത്തലത്തിൽ. സ്കൂളുകളിലെത്തിയ ഉദ്യോഗസ്ഥ സംഘം പാചകപ്പുര, ഉച്ചഭക്ഷണ സാമഗ്രികൾ, പാത്രങ്ങൾ, വാട്ടർ ടാങ്ക്, ശുചിമുറികൾ തുടങ്ങിയവയുടെ സ്ഥിതി വിലയിരുത്തി. ജനപ്രതിനിധികളും വകുപ്പുകളിലെ ഉന്നത ഉദ്യോഗസ്ഥരും ഉച്ചഭക്ഷണ സമയം കുട്ടികൾക്കൊപ്പം ചെലവഴിച്ചു. ഭക്ഷ്യമന്ത്രി GR അനിൽ കോഴിക്കോട്ടെ വിവിധ സ്കൂളുകളിൽ സന്ദർശനം നടത്തി. ഭക്ഷ്യവിഷബാധയിൽ റിപ്പോർട്ട് 5 ദിവസത്തിനകമെന്നും വിഷയത്തെ ഗൗരവത്തോടെയാണ് സർക്കാർ സമീപിക്കുന്നതെന്നും GR അനിൽ. തിരുവനന്തപുരം പൂജപ്പുര UP സ്കൂളിലായിരുന്നു വിദ്യാഭ്യാസ മന്ത്രി V ശിവൻകുട്ടിയുടെ സന്ദർശനം. സ്കൂളിലെ ക്യാന്റീൻ മന്ത്രി പരിശോധിച്ചു. വിദ്യാർത്ഥികൾക്കൊപ്പം ഉച്ചഭക്ഷണവും കഴിച്ചാണ് മന്ത്രി മടങ്ങിയത്. മറ്റ് സ്കൂളുകളിലും പരിശോധന നടക്കുന്നുണ്ടെന്നും കോവിഡ് കൂടുന്ന പശ്ചാത്തലത്തിൽ മുൻകരുതൽ സ്വീകരിക്കണമെന്നും മന്ത്രി. സ്കൂളുകളിലേക്ക് നൽകിയ ഭക്ഷ്യസാധനങ്ങൾ നിലവാരം കുറഞ്ഞതാണോ എന്നും അഴിമതി നടന്നിട്ടുണ്ടോ എന്നും പരിശോധിക്കണമെന്ന് പ്രതിപക്ഷ നേതാവ്. 1 മാസത്തെ ഭരണസ്തംഭനമാണ് ഇപ്പോഴത്തെ അവസ്ഥയ്ക്ക് കാരണമെന്നും സതീശൻ. 5 തെങ്ങ് മാർക്കറ്റിൽ നിന്ന് 7,500 കിലോ പഴകിയ മത്സ്യം പിടിച്ചെടുത്തു. മീനിൽ അമോണിയയുടെ സാന്നിധ്യം കണ്ടെത്തിയെന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ്. പിടികൂടിയ മത്സ്യം 5 തെങ്ങ് പഞ്ചായത്ത് ഓഫീസിന് സമീപം കുഴിച്ചുമൂടി. കേടായ മത്സ്യം എത്തിച്ച ഏജൻസിക്ക് പഞ്ചായത്ത് സ്റ്റോപ്പ് മെമ്മോ നൽകി. പത്തനംതിട്ട അയിരൂരിൽ ഇടഞ്ഞതിനെ തുടർന്ന് ആറ്റിൽ ചാടിയ ആന ഒടുവിൽ കരയ്ക്കു കയറി. 5 മണിക്കൂറിന് ശേഷമാണ് സീത എന്ന പിടിയാന കരയിലേക്ക് കയറിയത്. കൊല്ലം പത്തനാപുരത്ത് മകൾ അമ്മയെ കെട്ടിയിട്ട് മർദ്ദിച്ചു. അയൽവാസിയായ പഞ്ചായത്ത് വനിതാ അംഗത്തിനും മർദ്ദനമേറ്റു. പത്തനാപുരം നെടുമ്പറമ്പ് പാക്കണം കാലായിലാണ് സംഭവം. വയോധികയായ മാതാവ് ലീലാമ്മയെ ലീന മർദ്ദിക്കുകയായിരുന്നു. ലീന മുമ്പ് മർദ്ദിക്കുമായിരുന്നുവെന്ന് അമ്മ ലീലാമ്മ. കണ്ണൂർ പേരാവൂരിൽ അച്ഛനെ മകൻ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്ത്. മർദ്ദനമേറ്റത് പേരാവൂർ ചൗളനഗർ എടാട്ട് വീട്ടിൽ പാപ്പച്ചന്. മകൻ മാർട്ടിൻ ഫിലിപ്പ് പിതാവിനെ നിലത്തിട്ട് ചവിട്ടുന്നതിൻ്റെയും വീട്ടുപകരണങ്ങൾ അടിച്ചു തകർക്കുന്നതിൻ്റെയും ദൃശ്യങ്ങളാണ് പുറത്തുവന്നത്. പോലീസ് അന്വേഷണം തുടങ്ങി. കണ്ണൂരിൽ ക്ഷേത്ര ജീവനക്കാരന് നേരെ ആക്രമണം. താഴെ ചൊവ്വ കീഴത്തുള്ളി ഉമാമഹേശ്വരി ക്ഷേത്രം ജീവനക്കാരൻ V ഷിബിനാണ് മർദ്ദനമേറ്റത്. ആയുധങ്ങളുമായി വന്ന സംഘം ക്ഷേത്ര ഓഫീസിൽ കയറി മർദ്ദിച്ചുവെന്നാണ് പരാതി. RSS പ്രവർത്തകരാണ് ആക്രമണം നടത്തിയതെന്ന് DYFI ആരോപിച്ചു.
ഗുരുവായൂരിൽ കച്ചവടക്കാർ തമ്മിലെ തർക്കത്തിനിടെ വടിവാൾ വീശി ഭീഷണി. കടയിൽ കയറി വടിവാൾ വീശിയ യുവാവിനെ ഉൾപ്പെടെ 2 പേരെ അറസ്റ്റ് ചെയ്തു. ഹൽവ കച്ചവടത്തെ ചൊല്ലിയായിരുന്നു തർക്കം. സംസ്ഥാനത്ത് ഇന്ന് 1494 പേർ കോവിഡ്. തുടർച്ചയായ 7ാം ദിവസമാണ് രോഗബാധ 1000 കടക്കുന്നത്. ഇന്ന് 2 കോവിഡ് മരണങ്ങളും സ്ഥിരീകരിച്ചു. തനിക്ക് കോവിഡ് എന്ന തരത്തിൽ പ്രചരിക്കുന്ന വാർത്ത തെറ്റാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. പനിയുണ്ടായിരുന്നു. 2 തവണ RT-PCR നടത്തിയപ്പോഴും കോവിഡ് നെഗറ്റീവാണെന്നാണ് വിവരം. വൈറൽ ഫീവർ ആയതിനാൽ ഡോക്ടർമാർ വിശ്രമം നിർദ്ദേശിച്ച സാഹചര്യത്തിൽ പൊതുപരിപാടികൾ റദ്ദാക്കിയിട്ടുണ്ടെന്നും വീണ ജോർജ് അറിയിച്ചു. പ്രവാചകനെതിരായ BJP നേതാക്കളുടെ പരാമർശത്തിൽ ഗൾഫ് രാജ്യങ്ങളിൽ പ്രതിഷേധം ശക്തം. പരാമർശത്തെ അപലപിച്ച് സൗദി അറേബ്യയും രംഗത്ത് വന്നു. പരാമർശം നടത്തിയ നേതാക്കൾക്കെതിരെ നടപടിയെ സൗദി സ്വാഗതം ചെയ്തു. പ്രവാചകനെതിരെയുള്ള പരാമർശത്തിൽ ഖത്തറും കുവൈറ്റും ഇറാനും ഇന്നലെ ഇന്ത്യൻ സ്ഥാനപതിമാരെ വിളിച്ചുവരുത്തി പ്രതിഷേധം അറിയിച്ചിരുന്നു. പരാമർശത്തിനെതിരെ പാകിസ്ഥാനും രംഗത്തെത്തി. നേതാക്കൾക്കെതിരെയുള്ള നടപടി കൊണ്ടുമാത്രം കാര്യമില്ലെന്നും ഇന്ത്യയ്ക്ക് ലോകരാജ്യങ്ങൾ പരസ്യ ശാസനം നൽകണമെന്നും പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെറീഫ് ആവശ്യപ്പെട്ടു. പ്രവാചക പരാമർശ വിവാദത്തിൽ ഇസ്ലാമിക രാജ്യങ്ങളുടെ കൂട്ടായ്മയായ OIC സെക്രട്ടേറിയറ്റിനെതിരെ കേന്ദ്ര സർക്കാർ. OICയുടെ അനുചിതവും സങ്കുചിതവുമായ പ്രതികരണത്തെ ഇന്ത്യ തള്ളുന്നുവെന്നും ഇന്ത്യ എല്ലാ മതങ്ങളെയും ബഹുമാനിക്കുന്നുവെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. പരാമർശം നടത്തിയവർക്കെതിരെ കർശന നിലപാടെടുത്തിട്ടുണ്ടെന്നും കേന്ദ്രം. പ്രവാചകനെതിരായ പരാമർശത്തിൽ നേതാക്കൾക്കെതിരെ നടപടിയെടുത്തതിൽ കടുത്ത വിമർശനവുമായി സുബ്രഹ്മണ്യൻ സ്വാമി. മോദി സർക്കാരിന്റെ 8 വർഷത്തിൽ ഭാരതമാതാവ് ലജ്ജിച്ച് തലതാഴ്ത്തുന്നു. ലഡാക്കിൽ ചൈനയ്ക്ക് മുന്നിൽ ഇഴഞ്ഞെന്നും റഷ്യയ്ക്ക് മുന്നിൽ മുട്ടുകുത്തിയെന്നും അമേരിക്കയ്ക്ക് മുന്നിൽ തലകുനിച്ചുവെന്നും വിമർശനം. രാജ്യത്തെ കറൻസി നോട്ടുകളിൽ മാറ്റം വരുത്തുമെന്ന റിപ്പോർട്ടുകൾ തള്ളി റിസർവ് ബാങ്ക്. ഗാന്ധിജിയുടെ ചിത്രം മാറ്റുകയോ പുതിയ ആളുകളുടെ ചിത്രങ്ങൾ ഉൾപ്പെടുത്തുകയോ ചെയ്യില്ലെന്ന് RBI വ്യക്തമാക്കി. പുതിയ നാണയങ്ങൾ പുറത്തിറക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ആസാദി കി അമൃത് മഹോത്സവത്തിന്റെ ലോഗോ ഉപയോഗിച്ച് തയ്യാറാക്കിയ നാണയങ്ങളാണ് പുറത്തിറക്കിയത്. 1 രൂപ, 2 രൂപ, 5 രൂപ, 10 രൂപ, 20 രൂപ നാണയങ്ങളാണ് ഇറക്കിയത്. ഡൽഹിയിൽ മെട്രോ റെയിൽ സർവീസിനിടെ തീപിടുത്തം. നോയിഡയിൽ നിന്ന് ദ്വാരകയിലേക്ക് പോവുകയായിരുന്ന ട്രെയിനിലാണ് തീപിടിച്ചത്. യാത്രക്കാർ സുരക്ഷിതരാണ്. ബാങ്കിൽ എത്തിയപ്പോഴാണ് ശ്രദ്ധയിൽപ്പെട്ടത്. തുടർന്ന് യാത്രക്കാരെ ഒഴിപ്പിച്ചു. ഡൽഹിയിൽ വാക്കേറ്റത്തിന് ഒടുവിൽ ദേഷ്യം തീർക്കാൻ ബൈക്ക് യാത്രികനെ ഇടിച്ചു തെറിപ്പിച്ച ശേഷം കാർ നിർത്താതെ ഓടിച്ചുപോയി. സംഭവം അർജൻഗഡ് മെട്രോ സ്റ്റേഷന് സമീപം. കാർ യാത്രികരും ബൈക്ക് യാത്രികരുടെ സംഘവും തമ്മിൽ വാക്കേറ്റമുണ്ടായിരുന്നു. ഇതിന് പിന്നാലെ കാറിനെ ഓവർടേക്ക് ചെയ്തു പോയ ബൈക്കിന് പിന്നിൽ നിന്ന് ഇടിച്ച് വീഴ്ത്തുകയായിരുന്നു. അസമിലെ ചിരാഗ് ജില്ലയിൽ മുള കൊണ്ട് നിർമ്മിച്ച പാലം ഒഴുക്കിൽ തകർന്ന് 4 പേർ ഒലിച്ചുപോയി. നാഗൽഭംഗ നദിക്ക് കുറുകെയുള്ള പാലം തകർന്നാണ് അപകടം. ഒഴുക്കിൽപ്പെട്ടവർ പിന്നീട് നീന്തി രക്ഷപ്പെട്ടു. ഉത്തരാഖണ്ഡ് വാഹനാപകടത്തിൽ മരണം 26ആയി. ഉത്തരാഖണ്ഡിലെ യമുനോത്രി ദേശീയപാതയിലാണ് അപകടമുണ്ടായത്. തീർത്ഥാടകരുമായി ഉത്തരകാശിയിലേക്ക് പോയ ബസ് കൊക്കയിലേക്ക് മറിയുകയായിരുന്നു. മധ്യപ്രദേശിലെ പന്നയിൽ നിന്നുമുള്ള തീർത്ഥാടക സംഘമാണ് അപകടത്തിൽപ്പെട്ടത്. രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കുന്നതിനായി മധ്യപ്രദേശ് മുഖ്യമന്ത്രി ഉത്തരാഖണ്ഡിൽ എത്തി. സൽമാൻ ഖാനും പിതാവിനും ഭീഷണി കത്തായി ലഭിച്ച സാഹചര്യത്തിൽ പോലീസ് സുരക്ഷ വർദ്ധിപ്പിച്ചു. ബാന്ദ്ര പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. ക്രൈംബ്രാഞ്ച് സംഘത്തിനാണ് അന്വേഷണ ചുമതല. അന്വേഷണ സംഘം സൽമാന്റെ വീട്ടിലെത്തി വിശദാംശങ്ങൾ ചോദിച്ചറിഞ്ഞു. കൊടും ചൂടിൽ വെന്തുരുകിയ ഡൽഹി. ഉഷ്ണതരംഗം ശക്തമായ ഡൽഹിയിൽ പലയിടത്തും താപനില 47 ഡിഗ്രി കടന്നു. ജൂൺ 10 വരെ സമാന സാഹചര്യമായിരിക്കുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ മുന്നറിയിപ്പ്. നഗരത്തിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. രാധിക മർച്ചന്റിന്റെ അരങ്ങേറ്റം മുംബൈയിലെ ജിയോ വേൾഡ് സെന്ററിൽ നടന്നു. മുകേഷ് അംബാനിയുടെ മകൻ അനന്ത് അംബാനിയുടെ പ്രസൃതവധു ആണ് രാധിക മർച്ചന്റ്. ഗ്രാൻഡ് തിയേറ്ററിലായിരുന്നു അരങ്ങേറ്റം. രാധികയുടെ ആദ്യ സ്റ്റേജ് പ്രകടനത്തെ പിന്തുണയ്ക്കാനും പ്രോത്സാഹിപ്പിക്കാനും അംബാനി കുടുംബത്തിലെ എല്ലാ അംഗങ്ങളും എത്തിയിരുന്നു.
ബോളിവുഡ് സംവിധായകനും നിർമ്മാതാവുമായ കരൺ ജോഹറിന്റെ പിറന്നാൾ വിരുന്നിൽ പങ്കെടുത്ത 50 പേർക്ക് കോവിഡ് എന്ന് റിപ്പോർട്ട്. മെയ് 25-നാണ് വിരുന്ന് സംഘടിപ്പിച്ചത്. യാഷ് രാജ് സ്റ്റുഡിയോയിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ ബോളിവുഡിലെ പ്രമുഖർ പങ്കെടുത്തിരുന്നു. അൽഫോൺസ് പുത്രൻ സംവിധാനം ചെയ്ത ഗോൾഡ് എന്ന ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ റിലീസ് ചെയ്തു. പൃഥ്വിരാജ് നായകനാകുന്ന ചിത്രത്തിൽ നയൻതാരയാണ് നായിക. പൃഥ്വിരാജ് പ്രൊഡക്ഷൻസ്, മാജിക് ഫ്രെയിംസ് എന്നീ ബാനറുകളിൽ പൃഥ്വിരാജും ലിസ്റ്റിൻ സ്റ്റീഫനും ചേർന്നാണ് നിർമ്മാണം. താൻ ഇന്നോളം കണ്ട ഏറ്റവും ശക്തയായ സ്ത്രീയാണ് ഭാവനയെന്ന് മഞ്ജു വാര്യർ. ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. മങ്ങിയതായിരിക്കാം, പക്ഷേ വികാരങ്ങൾ യാഥാർത്ഥ്യമാണെന്നും ഭാവനയ്ക്കുള്ള ആശംസാക്കുറിപ്പിൽ മഞ്ജു വാര്യർ വ്യക്തമാക്കി. യുക്രൈന് കൂടുതൽ ആയുധങ്ങൾ നൽകിയാൽ റഷ്യൻ ആക്രമണത്തിന്റെ സ്വഭാവം മാറുമെന്ന മുന്നറിയിപ്പുമായി പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ. കൂടുതൽ ദീർഘദൂര മിസൈലുകൾ യുക്രൈന് നൽകിയാൽ ഇതുവരെ ലക്ഷ്യമില്ലാതിരുന്ന കൂടുതൽ പ്രദേശങ്ങളിൽ ആക്രമണം നടത്തും. എന്നാൽ ഈ പ്രദേശങ്ങൾ ഏതൊക്കെയെന്ന് പുടിൻ വ്യക്തമാക്കിയിട്ടില്ല. യുക്രൈൻ ഏറെ നാളായി ആവശ്യപ്പെടുന്ന മധ്യദൂര റോക്കറ്റ് സംവിധാനം നൽകാൻ US തീരുമാനിച്ചതിന് പിന്നാലെയാണ് പുടിന്റെ പ്രതികരണം. 80 കിലോമീറ്റർ വരെ സഞ്ചരിക്കുന്ന ഹിമാർസ് മിസൈലുകളാണ് അമേരിക്ക യുക്രൈന് നൽകുന്നത്. ഇതിനിടെ റഷ്യൻ ആക്രമണം രൂക്ഷമായ സപ്പോരിസ്യ, ലുഹാൻസ്ക്, ഡോണസ്ക് മേഖലകളിൽ യുക്രൈൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി സന്ദർശനം നടത്തി. കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള മാലിന്യത്തിൽ നവജാത ശിശുവിന്റെ മൃതദേഹം കണ്ടെത്തിയ സംഭവത്തിൽ മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ആരോഗ്യവകുപ്പിന് റിപ്പോർട്ട് കൈമാറി. മൃതദേഹം മെഡിക്കൽ കോളേജിൽ നിന്നുള്ളതല്ല എന്നാണ് റിപ്പോർട്ട്. മെഡിക്കൽ കോളേജിൽ മരിച്ച മുഴുവൻ കുഞ്ഞുങ്ങളുടെയും മൃതദേഹം മോർച്ചറിയിലുണ്ട്. കൊല്ലത്ത് 10ാം ക്ലാസ്സുകാരിയെ വീടിനുള്ളിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. മരിച്ചത് കൊല്ലം കോട്ടയ്ക്കൽ സ്വദേശികളായ രതീഷ് സിന്ധു ദമ്പതികളുടെ മകൾ ശിവാനി. അമിത മൊബൈൽ ഫോൺ ഉപയോഗം വിലക്കിയതിനെ തുടർന്ന് ആത്മഹത്യ ചെയ്തതെന്നാണ് പ്രാഥമിക നിഗമനം. പോലീസ് അസ്വാഭാവിക മരണത്തിന് കേസെടുത്തു. പാലക്കാട് ഭൂമി അളന്നു നൽകാൻ കൈക്കൂലി മേടിച്ച 4 വില്ലേജ് ഓഫീസ് ജീവനക്കാർ അറസ്റ്റിൽ. വിജിലൻസ് അറസ്റ്റ് ചെയ്ത് കടമ്പഴിപ്പുറം 1 വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ഉല്ലാസ്, താൽക്കാലിക ജീവനക്കാരി സുകുല, അമ്പലപ്പാറ 2 വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് പ്രസാദ് കുമാർ, റിട്ടയർഡ് വില്ലേജ് അസിസ്റ്റന്റ് സുകുമാരൻ എന്നിവരെ. വില്ലേജ് ഓഫീസ് ജീവനക്കാരെ വിജിലൻസ് കുടുക്കിയതിന് സ്ഥലമുടമ ഭഗീരഥന്റെ പരാതിയിൽ തൃപ്പലമുണ്ടയിലെ 12 ഏക്കർ സ്ഥലം അളന്നു നൽകുന്നതിന് 50,000 രൂപ ഇവർ കൈക്കൂലി ആവശ്യപ്പെട്ടെന്ന പരാതിയിലാണ് നടപടി. കോഴിക്കോട് പോക്സോ കേസിലെ പ്രതി അറസ്റ്റിൽ. 56-കാരൻ അറസ്റ്റിലായത് ബന്ധുവായ കുട്ടിയെ പീഡിപ്പിച്ച കേസിൽ. പിടിയിലായത് കൽപ്പത്തൂർ രാമനല്ലൂർ സ്വദേശി വിനോദ്. സ്കൂൾ കൗൺസിലിംഗിലാണ് കുട്ടി പീഡന വിവരം പറഞ്ഞത്. തുടർന്ന് കൊയിലാണ്ടി പോലീസ് കേസെടുത്തു. കൊയിലാണ്ടി മജിസ്ട്രേറ്റ് കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ റിമാൻഡ് ചെയ്തു. തൃപ്പൂണിത്തുറയിൽ നിർമ്മാണത്തിലിരുന്ന പാലത്തിൽ അപകടത്തിൽപ്പെട്ട് ബൈക്ക് യാത്രികൻ മരിച്ച സംഭവത്തിൽ 3 പേർ അറസ്റ്റിൽ. പിടികൂടിയത് കരാറുകാരനെയും ഓവർസിയറെയും. സംഭവത്തിൽ 4 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരുന്നു. തൃപ്പൂണിത്തുറ അപകടത്തിന് പിന്നാലെ ഉദ്യോഗസ്ഥർക്ക് എതിരെ നടപടിയെടുത്തത് വൈകി വന്ന വിവേകമെന്ന നാട്ടുകാർ. അപകടം സംഭവിക്കും മുൻപേ ഉദ്യോഗസ്ഥർ ഉത്തരവാദിത്വം നിർവഹിച്ചിരുന്നുവെങ്കിൽ വിലപ്പെട്ട ജീവനുകൾ രക്ഷിക്കാമായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് നിർമ്മാണത്തിലിരുന്ന പാലത്തിൽ അപകടത്തിൽപ്പെട്ട് ബൈക്ക് യാത്രികനായ ഏരൂർ സ്വദേശി വിഷ്ണു മരിച്ചത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ വഴിപാടായി ലഭിച്ച മഹീന്ദ്ര ഥാർ 43 ലക്ഷം രൂപയ്ക്ക് പുനർലേലം ചെയ്തു. അങ്ങാടിപ്പുറം സ്വദേശി വിഘ്നേഷ് കുമാറാണ് വാഹനം സ്വന്തമാക്കിയത്. 14 പേരാണ് ലേലത്തിൽ പങ്കെടുത്തത്. കോഴിക്കോട് കുതിരവട്ടം മാനസിക ആരോഗ്യ കേന്ദ്രത്തിൽ അന്തേവാസി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചു. 5-ാം വാർഡിലെ വനിതാ അന്തേവാസിയെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ആരോഗ്യനില തൃപ്തികരമെന്ന് ഡോക്ടർമാർ. കോഴിക്കോട് കോട്ടുളിയിൽ 2 കാട്ടുപന്നികളെ വെടിവെച്ചു കൊന്നു. കോട്ടുളി മീമ്പാലക്കുന്നിലാണ് കാട്ടുപന്നികളെ വെടിവെച്ചത്. നാട്ടുകാരുടെ പരാതിയിലാണ് വനംവകുപ്പിന്റെ ഇടപെടൽ. ജനവാസ മേഖലയിൽ കാട്ടുപന്നി ശല്യം രൂക്ഷമായിരുന്നു. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ 10-ലധികം പ്രധാന ചികിത്സാ വിഭാഗങ്ങളിൽ വകുപ്പ് മേധാവികളില്ല. വിവിധയിടങ്ങളിൽ നിന്ന് ചികിത്സയ്ക്കായി എത്തുന്ന നിർധനരായ രോഗികൾ ചികിത്സ കിട്ടാത്ത ദുരിതത്തിൽ. OP പ്രവർത്തിക്കണമെന്നത് PG വിദ്യാർത്ഥികളുടെയും ഹൗസ് സർജന്മാരെയും കൊണ്ട് 60ഓളം ഡോക്ടർമാരുടെ ഒഴിവ് നിലനിൽക്കും. കുതിരവട്ടം മാനസികാരോഗ്യ കേന്ദ്രം സൂപ്രണ്ടിനെ സസ്പെൻഡ് ചെയ്തതിൽ പ്രതിഷേധം ശക്തമാക്കി KGMOയെ. സ്പെഷ്യാലിറ്റി OPകൾ ബഹിഷ്കരിച്ചു. സസ്പെൻഷൻ പിൻവലിച്ചില്ലെങ്കിൽ നാളെ കൂട്ട അവധിയെടുത്ത് പ്രതിഷേധിക്കാനാണ് നീക്കം. കുതിരവട്ടത്തെ മാനസികാരോഗ്യ കേന്ദ്രത്തിലെ സുരക്ഷാ വീഴ്ചയിൽ 3 ദിവസത്തിനകം ഹൈക്കോടതിക്ക് റിപ്പോർട്ട് നൽകുമെന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് ACP A. ഉമേഷ്. മാനസികാരോഗ്യ കേന്ദ്രത്തിൽ സുരക്ഷാ ജീവനക്കാരുടെ എണ്ണം കുറവാണ്.
ചുറ്റുമതിലിന്റെ ഉയരം വർദ്ധിപ്പിക്കണം. ചാഞ്ഞു നിൽക്കുന്ന മരങ്ങൾ വെട്ടിമാറ്റണമെന്നും സ്പെഷ്യൽ ബ്രാഞ്ച് ACP. കോഴിക്കോട് ബാലുശ്ശേരി കാട്ടാമ്പള്ളിയിൽ കടകൾക്ക് തീപിടിച്ചു. അഗ്നിബാധ ടയർ ഫർണിച്ചർ കടകളിൽ. ഇന്ന് പുലർച്ചെയാണ് തീപിടുത്തം. ഷോർട്ട് സർക്യൂട്ടാണ് അപകട കാരണമെന്ന് നിഗമനം. നരിക്കുനിയിൽ നിന്നും ഫയർഫോഴ്സ് സംഘം എത്തി തീയണച്ചു. വടകര തിരുവള്ളൂരിൽ ദമ്പതികൾ വീടിനുള്ളിൽ മരിച്ച നിലയിൽ. കാഞ്ഞിരാട്ട് തറയിലെ കുയാലിൽ മീത്തൽ ഗോപാലൻ, ലീല എന്നിവരാണ് മരിച്ചത്. ലീലയെ കൊലപ്പെടുത്തിയ ശേഷം ഗോപാലൻ തൂങ്ങി മരിക്കുകയാണെന്നാണ് നിഗമനം. ലീല അസുഖബാധിതയായി കിടപ്പിയിലായിരുന്നു. കോഴിക്കോട് മുക്കത്ത് ലോറിയും സ്കൂട്ടറും കൂട്ടിയിടിച്ച് യുവാവ് മരിച്ചു. പട്ടാമ്പി സ്വദേശി മുഹമ്മദ് ഷിബിനാണ് മരിച്ചത്. അപകടം എടവണ്ണ കൊയിലാണ്ടിയിൽ ഓടത്തെരുവിൽ. ഒപ്പമുണ്ടായിരുന്ന ഷമീമിനെ ഗുരുതര പരിക്കുകളോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടം ഇന്ന് പുലർച്ചെ 1 മണിയോടെ. ലോക പരിസ്ഥിതി ദിനത്തിൽ അന്തിക്കാട് KGMLP സ്കൂളിൽ 95 4ാം ക്ലാസ് ബാച്ച് സ്കൂൾ അങ്കണത്തിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമവും വൃക്ഷത്തൈ വിതരണവും നടിയിലും സംഘടിപ്പിച്ചു. ശരത്ത് മണിക്കത്ത്, ജിനിമോൾ എന്നിവർ നേതൃത്വം നൽകി. ചടങ്ങിൽ 25ഓളം പൂർവ്വ വിദ്യാർത്ഥികൾ പങ്കെടുത്തു. കായംകുളം ഗവൺമെന്റ് ബോയ്സ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പുതിയ കെട്ടിട സമുച്ചയം ഉദ്ഘാടനത്തിന് സജ്ജം. പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിന്റെ ഭാഗമായി സ്കൂളിനെ അന്തർദേശീയ നിലവാരത്തിലേക്ക് ഉയർത്തൽ ലക്ഷ്യമാക്കിയാണ് നിർമ്മാണം. 8 കോടിയാണ് ചെലവ്. കാലാവധി കഴിഞ്ഞ KSRTC ബസ് ഇനി തിരുവനന്തപുരം കാര്യവട്ടം ക്യാമ്പസിൽ ക്ലാസ് മുറിയാകും. കമ്പ്യൂട്ടേഷണൽ ബയോളജി ആൻഡ് ബയോ ഇൻഫോർമാറ്റിക്സ് വിദ്യാർത്ഥികൾക്കായാണ് ഈ ബസ്സിൽ ക്ലാസ് ഒരുക്കുക. നെയ്യാറ്റിൻകര ഡിപ്പോയിലെ പഴയ ബസ്സാണ് ക്ലാസ് മുറിയാക്കിയത്. ഉൾക്കാഴ്ചയിലൂടെ ജീവിത വിജയം നേടി റാന്നി അങ്ങാടിക്കൽ സ്വദേശി കുഞ്ഞുമോനും കുടുംബവും. 6 പേർ അടങ്ങുന്ന കുടുംബത്തിൽ 4 പേരും കാഴ്ച ഇല്ലാത്തവർ. പശു വളർത്തിയതിലൂടെയാണ് ഇവരുടെ അതിജീവനം. പുലർച്ചെ 4 മണിക്ക് തുടങ്ങുന്ന ജോലികൾ രാത്രിയോളം നീളും.